നമുക്കെല്ലാവർക്കും നമ്മളുടെ സ്വന്തമായ ഒരു തീർത്ഥാടന കേന്ദ്രവും ഒരു അൾത്താരയുമുണ്ട്. അവിടെ നാം എന്നും തിരികെത്തിക്കുന്നതും ആ തീർത്ഥാടന കേന്ദ്രം ഓർത്ത് ആ ഓർമ്മയിൽ നാം ദൈവത്തെ സ്തുതിക്കുന്നതും നല്ലതാണ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നാം ദൈവത്തെ കണ്ടുമുട്ടിയ ധാരാളം സ്ഥലങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സംഭവം വളരെ പ്രധാനപ്പെട്ടതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിശുദ്ധ പത്രോസിന്റെ ജീവിതത്തിൽ അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു. വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. അവർ ആ തീർത്ഥാടന സ്ഥലം, ആ സംഭവം പലപ്പോഴും ഓർക്കുകയും അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം വരുന്ന അവസരത്തിൽ അതൊരു ധ്യാന വിഷയമാക്കുമായിരുന്നു. ആ ധ്യാനം അവരെ പലപ്പോഴും സഹായിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. വിഷമ അവസരങ്ങളിൽ അതവർക്ക് ശക്തി പകർന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശുക്രിസ്തു 3 അപ്പസ്തോലന്മാരെയും കൊണ്ട് പ്രാർത്ഥിക്കാനായി പോയ രംഗം നാം വായിക്കുന്നുണ്ട്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ വിശുദ്ധ മലയിൽ പോയി പ്രാർത്ഥിക്കുന്നു. ഏലിയായി മോശയും പ്രത്യക്ഷപ്പെടുന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേൾക്കുന്നു, ഇവൻ എന്റെ പ്രിയ പുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ പറയുന്നതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. വിശുദ്ധ പത്രോസിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക അനുഭവ നിമിഷമായിരുന്നു അത്. 2 പത്രോസ് 1 വിശുദ്ധ പത്രോസ് ഈ കാര്യം വളരെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. വിശുദ്ധ മലയിലെ ശക്തിപ്രാഭവത്തിന് ഞാൻ സാക്ഷിയാണ്. ഞാൻ അവിടെ വെച്ച് സ്വർഗത്തിൽ നിന്ന് സ്വരം കേട്ടവനാണ്. ഇവൻ എന്റെ പ്രിയപുത്രനാവുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. യേശുക്രിസ്തു പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണമാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. വിശുദ്ധ പത്രോസ് തനിക്കുണ്ടായ ഒരു അനുഭവം വർഷങ്ങൾക്ക് ശേഷം തന്റെ കേൾവിക്കാരോട് വീണ്ടും പറയുന്നു. തന്റെ സഭയ്ക്ക് അത് എഴുതി നൽകുകയാണ്. ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം യേശുക്രിസ്തുവിനെ, പിതാവായ ദൈവത്തെ, പരിശുദ്ധാത്മാവിനെ കണ്ടുമുട്ടിയ പ്രാഭവമേറിയ നിമിഷങ്ങളുണ്ടാകും. ഒരു പക്ഷേ അങ്ങനെയുള്ള ചില അനുഭവങ്ങളുടെ തീക്ഷ്ണത കാരണം അത് വളരെ ഒറ്റപ്പെട്ടതാകാനുള്ള സാധ്യതയുണ്ട്. അത് ഇന്ന വർഷമാണ്, ഇന്ന ദിവസമാണ്, കൃത്യസമയം ഇതാണ് എന്നെല്ലാം പറയാനായിട്ട് പറ്റും. ആ ചിന്ത എന്നെ ത്രസിപ്പിക്കുന്നു, അതെനിക്ക് ധൈര്യം തരുന്നു. ആ ശക്തിപ്രാഭവത്തിന് വിശുദ്ധ മലയിൽ വെച്ച് ഞാൻ ദൃക്സാക്ഷിയാണ് എന്ന് അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറയുകയാണ്. വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിൽ നമുക്ക് ഈ തീർത്ഥാടന അനുഭവം കാണാനായിട്ട് പറ്റും. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായത്തില് ഡമാസ്കസിലെ ക്രിസ്ത്യാനികളെ കൊല്ലാനായി പോകുന്ന സാവൂളിനെ കുറിച്ച് പറയുന്നുണ്ട്. യാത്ര ചെയ്ത് ഡമാസ്കസ് അടുക്കാറായപ്പോൾ പെട്ടെന്നൊരു മിന്നലൊളി എന്റെ മേൽ വീണു. ഞാൻ താഴെ വീണു. യേശുക്രിസ്തു എനിക്ക് പ്രത്യക്ഷനായി ക്രിസ്തുവാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, അങ്ങ് ആരാണ്? എനിക്ക് പ്രത്യക്ഷനായ തേജസ്സുള്ള ആ വ്യക്തി പറഞ്ഞു, ഞാൻ നസറായനായ യേശുക്രിസ്തുവാണ്. സാവൂൾ ചോദിച്ചു, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? നീ പ്രാർത്ഥനയിലായിരിക്കുകയും നീ എനിക്ക് വേണ്ടി ഒത്തിരി സഹിക്കേണ്ടതായിട്ട് വരും. നീ എന്റെ സാക്ഷിയായി മാറും. 3 ദിവസങ്ങൾ കഴിയുമ്പോൾ അനനിയാസ് എന്ന ഒരാള് സാവൂളിനെ അന്വേഷിച്ച് വരുന്നു. സാവൂൾ സ്നാനപ്പെടുന്നു, പുതിയ വ്യക്തിയായി മാറി. യേശുക്രിസ്തു കർത്താവാണെന്ന് ഡമാസ്കസിലും പരിസരത്തും എല്ലാം പ്രസംഗിക്കാൻ ആരംഭിക്കുകയാണ്. സാവൂളിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാഭവമേറിയ നിമിഷമായിരുന്നു അത്. ഈ കാര്യം അദ്ദേഹം പല അവസരത്തിൽ ഓർക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു താൻ യേശുക്രിസ്തുവിനെ കണ്ട നിമിഷം. എവിടെ വെച്ചാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, അതെല്ലാം വളരെ വ്യക്തമായി അദ്ദേഹം ഓർത്ത് പറയുന്നു. ഗലാത്യര് 1:16 വിശുദ്ധ പൗലോസ് ഈ കാര്യം പറയുന്നുണ്ട്. 1 കൊറിന്ത്യര് 9:1 അദ്ദേഹം പറയുകയാണ്, ഞാൻ കർത്താവിനെ കണ്ടിട്ടുണ്ട്. തനിക്കുണ്ടായ അനുഭവം അദ്ദേഹം വിവരിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 26-ാം അധ്യായത്തില് പൗലോസ് അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ തടവുകാരനായി നിൽക്കുന്ന രംഗം നാം വായിക്കുന്നുണ്ട്. അദ്ദേഹം അഗ്രിപ്പ രാജാവിനോട് വിവരിക്കുന്നത് തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ്.
യേശുക്രിസ്തു എനിക്ക് പ്രത്യക്ഷനായി. അന്ന് മുതൽ എനിക്ക് യേശുക്രിസ്തുവിനോട് അരുതെന്ന് പറയാനായി പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ചങ്ങലകളാൽ ബന്ധനസ്ഥനായി ഞാൻ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരു വിശുദ്ധ അൾത്താരയുണ്ട്, ഒരു തീർത്ഥാടന സ്ഥലമുണ്ട്. അതൊരു അനുദിന സംഭവമാകണമെന്നില്ല, ജീവിതത്തിലുണ്ടായ ഒരു ഒറ്റപ്പെട്ട അനുഭവമാകാം. അത് നാം എപ്പോഴും ഓർക്കാനായിട്ട് ശ്രമിക്കണം, എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കണം. അന്ന് എൻ്റെ ജീവിതത്തിൽ ആ രീതിയിൽ പ്രവർത്തിച്ച ദൈവം തീർച്ചയായിട്ടും സജീവനാണ്. ആ യേശുക്രിസ്തുവിന് ഇന്നും എന്നെ സഹായിക്കാനായി പറ്റും. എൻ്റെ തകർച്ചയിൽ, എൻ്റെ രോഗത്തിൽ, എൻ്റെ ഏകാന്തതയിൽ എല്ലാം യേശുക്രിസ്തു എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത് 1981 ഒരു ദൈവാനുഭവമാണ്. ഒരു രാത്രിയിൽ ഞാൻ ഉറങ്ങാനൊരുങ്ങുന്നു. ഇരുട്ട് നിറഞ്ഞ മുറി. പെട്ടെന്ന് ആ മുറിയിൽ വലിയൊരു പ്രകാശം എവിടെന്നോ ഞാൻ കാണുന്നു. ഒരു ചെറിയ ഭാഗം എൻ്റെ ശരീരത്തിൽ മുഴുവൻ ലയിച്ചു ചേരുന്നത് പോലെ ഞാൻ അറിയാതെ കരയാനായിട്ട് തുടങ്ങി. എൻ്റെ ശരീരം ഭാരം കുറയുന്നത് പോലെ. ആ ദിവസങ്ങളിൽ പഠിച്ചൊരു പാട്ട്, ഹാ ആനന്ദമേ, എന്തൊരു ആനന്ദമേ, ഈ ഭൂതലത്തിന് സൃഷ്ടികർത്താവാം ദൈവം എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് ഞാൻ അറിയാതെ അങ്ങനെ പാടാനായി തുടങ്ങുകയാണ്. എനിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വലിയൊരു സ്നേഹാനുഭവത്തിലൂടെ, ദൈവാനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു. ഇത് എൻ്റെ സ്വഭാവത്തിൽ കുറേയേറെ മാറ്റങ്ങളുണ്ടാക്കി. അതുപോലെ യേശു എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട പല അത്ഭുതകരമായ രോഗശാന്തിയുടെയും കാര്യങ്ങൾ ഞാൻ ഓർക്കാറുണ്ട്. ഒരിക്കലും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മുഴ 6 മാസത്തോളം ഉണ്ടായിരുന്നത്. രാത്രി ഉറങ്ങാൻ ഒരുങ്ങുന്ന അവസരത്തിൽ പെട്ടെന്നൊരു സ്വരം കേൾക്കുകയാണ്, വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചാൽ മലകൾ മാറും, പിന്നെയാണോ ചെറിയ മുഴയെന്ന്. ആ രാത്രിയിൽ ആ മുഴ ഏതോ രീതിയിൽ അരിഞ്ഞ് അപ്രത്യക്ഷമാകുകയാണ്. അത്ര വലിയ മുഴയല്ല, ഒരു കപ്പലിൻ്റെ ഇടം മുഴുപ്പുള്ള എൻ്റെ തന്തവരലിൻ്റെ ഒരു ഭാഗത്തുണ്ടായിരുന്ന ഒരു മുഴ. പലപ്പോഴും വലിയ രോഗസൗഖ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. വളഞ്ഞിരിക്കുന്ന കൈകൾ നിവരുന്നത്, കാലുകൾ നിവരുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരുന്ന അവസരത്തിൽ ദൈവം ഇടപെട്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കും. പ്രത്യേകിച്ച് 1981 ആ അനുഭവം. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ തീർച്ചയായും ഇങ്ങനെ ഒരു തീർത്ഥാടന മലയുണ്ട്, തീർത്ഥാടന പള്ളിയുണ്ട്, അവിടെ ഒരു അൾത്താരയുണ്ട്. നാം അൾത്താരയിൽ തിരി കത്തിക്കാനായിട്ട് ശ്രമിക്കണം. ആ അൾത്താരയിൽ ജ്വാല നാം ഊതി കത്തിക്കാനായിട്ട് ശ്രമിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രത്യാശ തരും. ദൈവം എൻ്റെ സമീപത്ത് തന്നെയുണ്ട്, എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നുള്ള ചിന്ത നമുക്ക് കിട്ടും. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.